بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. عن أبي هريرة رضي الله عنه قال رسول الله صلى الله عليه وسلم إياكم والحسد فإن الحسد يأكل الحسنات كما تأكل النار الحطب. നമുക്കെല്ലാവർക്കും സുപരിചിതമായൊരു ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ അസൂയയെ സൂക്ഷിക്കണം. തീർച്ചയായും അസൂയ സൽക്കർമ്മങ്ങളെ തിന്നുന്നു, തീ വിറകിനെ തിന്നുന്നത് പോലെ. മറ്റൊരു ഹദീസിൽ പ്രകാരം പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ദബ്ബ ഇലൈക്കും ദാ ഉൽ ഉമമി ഖബലക്കും അൽ ഹസദു വൽ ബഗ്ള ഹിയൽ ഹാലിഖ ലാ അഖൂലു തഹ്ലിഖു ശഅർ വലാകിൻ തഹ്ലിഖുദ്ദീൻ. നിങ്ങൾക്ക് മുമ്പുള്ള സമൂഹങ്ങൾക്ക് ബാധിച്ച രോഗം നിങ്ങളിലേക്കും പടർന്നു പിടിക്കും. അസൂയയും വിദ്വേഷവുമാണത്. അത് മുറിച്ച് കളയുന്നതാണ്. മുടി മുറിക്കുന്നതിനെ കുറിച്ചല്ല പറയുന്നത്, മറിച്ച് ദീൻ അഥവാ മതം തന്നെ, ദീൻ തന്നെ മുറിച്ച് കളയുന്ന സംഗതിയാണ്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വേറെയും ഹദീസുകളുണ്ട്. വ്യക്തികളിലും കുടുംബങ്ങളിലും അതേപോലെ മത രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്ന വിവിധ പാർട്ടികളിലും ഒക്കെ സാധാരണയായി കണ്ടുവരുന്ന ഒരു പ്രവണതയാണ് ഈ അസൂയ, പക, വിദ്വേഷം എന്നതൊക്കെ. സാമൂഹ്യ പുരോഗതിക്ക് ഏറ്റവും വലിയ വിഘാതം സൃഷ്ടിക്കുന്ന ദുസ്വഭാവങ്ങളാണവ. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ ഹാലിക്ക എന്ന് വിശേഷിപ്പിച്ചത്. സർവ്വബന്ധങ്ങളും ദീൻ തന്നെയും ഇല്ലാതാക്കുന്ന ഒരു ദുഷ്പ്രവൃത്തിയാണെന്നർത്ഥം. ലോകത്ത് ആദ്യമായിട്ട് അസൂയ ഉണ്ടായത് ഇബ്ലീസിനായിരുന്നുവെന്ന് ഖുർആൻ പറയുന്നുണ്ട്. മലക്കുകളോട് മനുഷ്യനായ ആദമിന് സുജൂദ് ചെയ്യാൻ കൽപ്പിച്ചപ്പോൾ ഇബ്ലീസ് മാത്രം അനുസരിച്ചില്ല. അവൻ പറഞ്ഞത് എന്താണ്? അസ്ജുദു ലിമൻ ഖലഖത തീന, നീ കളിമണ്ണുകൊണ്ട് സൃഷ്ടിച്ചവനെ ഞാൻ സുജൂദ് ചെയ്യണോ, സാഷ്ടാംഗം നമിക്കണോ? ഖലഖതനി ഖാല അന ഖൈറും മിൻഹു ഖലഖതനി മിൻ നാരിൻ വഖലഖതഹു മിൻ തീൻ. ഞാൻ അവനേക്കാളൊക്കെ വളരെ ഉത്തമനാണ്, അവനേക്കാളൊക്കെ ഏറ്റവും വലിയ ഉന്നതിയിലുള്ളവനാണ് ഞാൻ. എന്നെ തീയിൽ നിന്ന് സൃഷ്ടിച്ചതാണ്, അവനെ ആകട്ടെ കളിമണ്ണിൽ നിന്ന് സൃഷ്ടിച്ചിട്ടുള്ളതാണ്. അപ്പോൾ മലക്കുകൾ പോലും സാഷ്ടാംഗം നമിച്ച മനുഷ്യനോടുള്ള അസൂയയായിരുന്നു ഇബ്ലീസിനെ ആദമിനെ സുജൂദിൽ നിന്ന് തടഞ്ഞു നിർത്തിയെന്നർത്ഥം. ഈ ഒറ്റ കാരണം കൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ ശാപത്തിനും കോപത്തിനും അവൻ പാത്രമായി. മാത്രമല്ല, സ്വർഗത്തിൽ നിന്നും ആട്ടിപ്പുറത്താക്കപ്പെടുകയും ചെയ്തു. അസൂയയുടെ മറ്റൊരു ഉദാഹരണം എന്ന നിലക്ക് ആദമിൻ്റെ 2 മക്കളുടെ ചരിത്രം ഖുർആനിൽ പറയുന്നുണ്ട്. വതുല അലൈഹിം നബഅ ഇബ്നൈ ആദമ ബിൽ ഹഖ് ഇദ് ഖറബാ ഖുർബാനൻ ഫതുഖബ്ബില മിൻ അഹദിഹിമാ വലം യതഖബ്ബൽ മിനൽ ആഖർ ഖാല ലഅഖ്തുലന്നക. ആദമിൻ്റെ 2 പുത്രന്മാരുടെ കഥ അതിൻ്റെ യാഥാർത്ഥ്യത്തോടുകൂടി തന്നെ അവർക്ക് വിവരിച്ചു കൊടുക്കുക. അവരിരുവരും അള്ളാഹുവിന് വേണ്ടി ബലിയർപ്പിച്ചപ്പോൾ ഒരാളുടെ ബലി സ്വീകരിക്കപ്പെട്ടു, മറ്റേയാളുടേത് തള്ളപ്പെട്ടു. അപ്പോൾ ബലി തള്ളപ്പെട്ടതിൽ അസൂയ പൂണ്ട ആ മകൻ പറഞ്ഞു, ഞാൻ നിന്നെ കൊന്നുകളയും. പറഞ്ഞ പോലെ തന്നെ അയാൾ തൻ്റെ സഹോദരനെ വധിച്ചു കളഞ്ഞു. അപ്പോൾ അസൂയയാണ് ഈ ക്രൂരകൃത്യം ചെയ്യാൻ അയാളെ പ്രേരിപ്പിച്ചത്. ഖുർആനിൽ അസൂയയെപ്പറ്റി പ്രകാരം പറയുന്നുണ്ട്. അതായത് മതരംഗത്ത് നടമാടുന്ന അസൂയയെപ്പറ്റി പറയുന്നുണ്ട്. വദ്ദ കസീറു മിൻ അഹ്ലിൽ കിതാബി ലൗ യറുദ്ദൂനകും മിൻ ബഅദി ഈമാനിക്കും കുഫാറൻ ഹസദൻ മിൻ ഇൻദി അൻഫുസിഹിം മിൻ ബഅദി മാ തബയ്യന ലഹുമുൽ ഹഖ് ഫഅഫു വസ്ഫഹു ഹത്താ യഅതി അല്ലാഹു ബിഅംരിഹി. വേദക്കാർ, അതായത് ജൂതക്രിസ്തീയ വിഭാഗങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങൾ സത്യവിശ്വാസം സ്വീകരിച്ച ശേഷം നിങ്ങളെ സത്യനിഷേധികളാക്കി മാറ്റുവാൻ വേണ്ടിയാണ്. അവർക്ക് നിങ്ങളോടുള്ള അസൂയയുടെ ഫലമായിട്ടാണത്. അവർക്കാകട്ടെ സത്യം എന്താണെന്ന് വ്യക്തമായിട്ട് മനസ്സിലായിട്ടുള്ളതുമാണ്. അവരുടെ കാര്യത്തിൽ അള്ളാഹുവിൻ്റെ തീരുമാനം വരുന്നത് വരെ അവരോട് വിട്ടുവീഴ്ചയും സൗമനസ്യവും അനുവർത്തിക്കുക. തീർച്ചയായും അള്ളാഹു എല്ലാറ്റിനും കഴിവുറ്റവനാണ്. മക്കയിലെ മുശ്രിക്കുകൾ സത്യദീനെ നിഷേധിക്കാൻ കാരണം നബിയോടുള്ള അസൂയയായിരുന്നു എന്ന് ഖുർആൻ വ്യക്തമാക്കുന്നുണ്ട്.
ലൗലാ ഉൻസില ഹാദൽ ഖുർആൻ അല റജുലി മിനൽ ഖറിയത്തൈനി അദീം. ഈ നാട്ടിലെ രണ്ട് വലിയ പ്രധാനികളുടെ പ്രമാണിമാരുടെ അടുത്ത് എന്തുകൊണ്ട് ഖുർആൻ അവതരിച്ചില്ല എന്ന് ചോദിക്കുന്നുണ്ട് അവർ. അപ്പോൾ നബിയോടുള്ള അസൂയാണ് അതിൻ്റെ കൊണ്ട് അങ്ങനെ പറയിപ്പിക്കുന്നത്. എന്നിട്ട് അവർ ഈ ഖുർആനെതിരിൽ എടുത്ത നിലപാടിനെ കുറിച്ചും പറയുന്നുണ്ട്. ലാ തസ്മഉ ലി ഹാദൽ ഖുർആൻ വൽഗൗ ഫീഹി, നിങ്ങൾ ഈ ഖുർആൻ കേട്ടുപോകരുത്, അത് പാരായണം ചെയ്യപ്പെടുത്ത സ്ഥലത്ത് പോയിട്ട് നിങ്ങൾ ഒച്ചയും ബഹളമൊക്കെ ഉണ്ടാക്കുക. അതുപോലെ സൂറത്തുൽ അൻആമിൽ പറയുന്നുണ്ട്, വഇദാ ജാഅത്തും ആയത്തുൻ ഖാലു ലൻ നുഅ്മിന ലക ഹത്താ നുഅ്ത മിസ്ല മാ ഊതിയ റസൂലുള്ളാഹ്. ഖുർആനിലൊരായത്ത് അവർക്ക് എത്തിക്കഴിഞ്ഞാൽ അവർ ഉദ്ഘോഷിക്കുകയാണ്, മുൻകഴിഞ്ഞ പ്രവാചകന്മാർക്ക് ലഭിച്ചതുപോലുള്ള ഞങ്ങൾക്കും ലഭിക്കുന്നത് വരെ ഞങ്ങളതിൽ വിശ്വസിക്കുന്ന പ്രശ്നമേ ഇല്ല. ഇമാം ഗസാലി റഹ്മഹുള്ള അസൂയക്ക് കാരണമാകുന്ന ചില വസ്തുതകൾ ഉദ്ധരിക്കുന്നുണ്ട്. അതിലൊന്ന് ശത്രുതയാണ്. ഒരു വ്യക്തിയോടോ സമൂഹത്തോടോ ശത്രുതയുള്ള ഒരാൾ പ്രസ്തുത വ്യക്തിയിലോ സമൂഹത്തിലോ എന്തെങ്കിലും നന്മയും പുരോഗതിയും ഉണ്ടാകുന്ന ഒരിക്കലും ഇഷ്ടപ്പെടുകയില്ല. മറ്റൊന്ന് അതിമോഹമാണ്. തന്നേക്കാൾ മുന്നിലോ മീതയോ മറ്റൊരാൾ വരുന്നത് ഒരാളെ അസൂയാലുവാക്കുകയാണ്. അതേപോലെ അധികാരത്തോടും പ്രശസ്തിയോടുമുള്ള മോഹം ഒരാളെ അസൂയാലുവാക്കും ആ സ്ഥാനത്ത് മറ്റൊരാൾ വരികയാണെങ്കിൽ. ദുഷ്ടപ്രകൃതവും ദുരാഗ്രഹവും ഉള്ളവർക്ക് ലോകം മുഴുവനും ദുരിതത്തിലും വിഷമത്തിലും കഴിയണമെന്നായിരിക്കും ആഗ്രഹം. അസൂയക്കാരൻ എപ്പോഴും അസംതൃപ്തിയിലും ക്ലേശത്തിലുമായിരിക്കും. തന്മൂലം സ്വസ്ഥതയും സമാധാനവും ആരോഗ്യവും ഇല്ലാതായി തീരുകയാണ്. അതേപോലെ സൂറത്തുൽ ഹിജ്ർ 88-ാമത്തെ ആയത്തിൽ പറയുന്നുണ്ട്, വലാ തമുദ്ദന്ന ഐനൈക ഇലാ മാ മത്തഅനാ ബിഹി അസ്വാജൻ മിൻഹും വലാ തഹ്സൻ അലൈഹിം വഖ്ഫിദ് ജനാഹക ലിൽ മുഅ്മിനീൻ. വിവിധ വിഭാഗക്കാർക്ക് നാം നൽകിയ ഭൗതിക വിഭാഗങ്ങളിൽ നീ കണ്ണുവെക്കേണ്ടതില്ല, അതായത് അസൂയപ്പെടേണ്ടതില്ല. അവരെ ഓർത്ത് നീ ദുഃഖിക്കുകയും വേണ്ട. വിശ്വാസികൾക്ക് നീ എപ്പോഴും കാരുണ്യത്തിൻ്റെ ചിറക് താഴ്ത്തിക്കൊടുക്കുക. അഥവാ അസൂയയും വിദ്വേഷവും ഇല്ലാതെ സ്നേഹത്തോടും കാരുണ്യത്തോടും കൂടി വേണം ജനങ്ങളുമായിട്ട് വർത്തിക്കാൻ എന്നാണ് പറയുന്നത്. സത്യവിശ്വാസികൾക്ക് അവരുടെ ഇടയിൽ അസൂയയും പകയും ഇല്ലാതിരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി ഖുർആൻ കൽപ്പിക്കുന്നുണ്ട്. വലാ തജ്അൽ ഫീ ഖുലൂബിനാ ഗില്ലൻ ലില്ലദീന ആമനൂ റബ്ബനാ ഇന്നക റഊഫുർ റഹീം. ഞങ്ങളുടെ മനസ്സുകളിൽ ഒരിക്കലും സത്യവിശ്വാസികളോട് പകയും വിദ്വേഷവും ഉണ്ടാക്കരുതേ. ഞങ്ങളുടെ രക്ഷിതാവേ, നീ കൃപാലുവും കരുണാവാരിധിയുമാണല്ലോ. അപ്പോൾ എന്തെങ്കിലും പ്രാർത്ഥിക്കാൻ വേണ്ടി അല്ലാഹു തആല കൽപ്പിച്ചിട്ടുണ്ട്. അസൂയക്ക് പ്രതിവിധിയായിട്ട് അള്ളാഹു നിർദ്ദേശിച്ചത് ഖുർആനിലെ ഒരു പ്രാർത്ഥനയാണ്. സൂറത്തുൽ ഫലക്കിൽ വന്ന പ്രാർത്ഥന, വമിൻ ശർരി ഹാസിദിൻ ഇദാ ഹസദ്. അസൂയപ്പെടുമ്പോൾ അതിൻ്റെ തിന്മയിൽ നിന്ന് ഞാൻ അള്ളാഹുവിൽ അഭയം തേടുന്നു. ഒരാൾക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾ അയാൾക്ക് നഷ്ടപ്പെടുകയും അവ എനിക്ക് ലഭിക്കുകയും ചെയ്യണമെന്ന ചിന്തയാണ് അസൂയ എന്ന് പറഞ്ഞാൽ. ചുരുങ്ങിയത് ഒരാൾക്ക് ലഭിച്ച നേട്ടങ്ങൾ ഇല്ലാതാകണം എന്ന് ചിന്തിക്കലാണ് അസൂയ. അതേസമയം ഒരാൾക്ക് ലഭിച്ചതുപോലുള്ള നേട്ടം തനിക്ക് ലഭിക്കണമെന്ന ചിന്ത അസൂയയിൽപ്പെടുന്നതല്ല. അസൂയക്കാരൻ്റെ ഷെറിൽ നിന്ന്, ദോഷത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ആദ്യമായി ചെയ്യേണ്ടത് അള്ളാഹുവിൽ ശരണം തേടുക, അവനോട് പ്രാർത്ഥിക്കുക എന്നതാണ്. തനിക്ക് ദ്രോഹം ചെയ്യാൻ അള്ളാഹുവിനല്ലാതെ മറ്റാർക്കും കഴിയില്ല എന്ന് ഉറച്ചു വിശ്വസിക്കുക. മറ്റൊന്ന്, അസൂയാലുവിൻ്റെ വർത്തമാനങ്ങളും പരിഹാസങ്ങളും ക്ഷമിക്കുക, അവൻ്റെ നിലവാരത്തിലേക്ക് താഴാതിരിക്കുക. അസൂയാലുവിനെക്കുറിച്ചുള്ള ചിന്ത ഉപേക്ഷിക്കുക, അവനെക്കൊണ്ട് തനിക്കൊരു ദോഷവും ഉപദ്രവവും വരുത്താൻ കഴിയില്ല എന്ന് ഉറച്ചു വിശ്വസിക്കുക. അസൂയ, പക, വിദ്വേഷം തുടങ്ങിയ എല്ലാ ദുസ്വഭാവങ്ങളിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. വ ആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.